ഹായ് ഓൾ, സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യക്ക് പരമ്പര നഷ്ടം. ഇന്ത്യ ന്യൂസിലൻഡ് മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് ന്യൂസിലൻഡ് പരമ്പര സ്വന്തമാക്കി. 41 റൺസിനാണ് ഇന്ത്യയെ ന്യൂസിലൻഡ് പരാജയപ്പെടുത്തിയത്. സെഞ്ചുറി അടിച്ച് പൊരുതി കോഹ്ലി നിന്നെങ്കിലും വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല. ടോസ് ലഭിച്ച് ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ടീം ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ന്യൂസിലൻഡിന് 58 റൺസ് എടുക്കെ 3 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ 4-ാം വിക്കറ്റിൽ ഗ്ലെൻ ഫിലിപ്സും ഡാരിൽ മിച്ചലും കൂടി നേടിയ 219 റൺസ് പാർട്ണർഷിപ്പ് ന്യൂസിലൻഡിനെ മികച്ചൊരു സ്കോറിലേക്ക് എത്തിച്ചു. ഇരുവരും സെഞ്ചുറി നേടിയിട്ടാണ് മടങ്ങിയത്. 131 പന്തിൽ 15 ഫോറും 3 സിക്സും ഉൾപ്പെടെ 137 റൺസാണ് ഡാരിൽ മിച്ചൽ അടിച്ചുകൂട്ടിയത്. എന്നാൽ 88 പന്തിൽ 9 ഫോറുകളും 3 സിക്സും ഉൾപ്പെടെ 106 റൺസാണ് ഗ്ലെൻ ഫിലിപ്സ് അടിച്ചത്. പിന്നീടിറങ്ങിയ ക്യാപ്റ്റൻ ബ്രേസ്വെല്ലിന്റെ മികച്ച ഫിനിഷിംഗ് കൂടി ആയപ്പോൾ ന്യൂസിലൻഡ് 337 റൺസിന് 8 വിക്കറ്റ് എന്ന നിലയിലാണ് ആദ്യ ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നത്. ഹർഷിത് റാനയും അർഷദീപ് സിംഗും 3 വിക്കറ്റുകൾ വീതം നേടിയെങ്കിലും മികച്ചൊരു ബോളിംഗ് പ്രകടനമല്ലായിരുന്നു ഇന്ത്യയുടേത്. സിറാജ് ഒഴികെ എല്ലാ ബോളേഴ്സും കൂടുതൽ റൺസ് വിട്ടുകൊടുക്കുന്നതായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. 338 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് ആദ്യം തന്നെ 4 വിക്കറ്റുകളാണ് നഷ്ടമായത്. ഓപ്പണിംഗിൽ ശുഭ്മൻ ഗില്ലിനും രോഹിത് ശർമ്മയ്ക്കും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ശ്രേയസ് അയ്യറും കെ എൽ രാഹുലുമാകട്ടെ രണ്ടക്കം പോലും കാണാൻ കഴിയാതെ പുറത്താവുകയായിരുന്നു. 5-ാം വിക്കറ്റിൽ വിരാട് കോഹ്ലിയും നിതീഷ് റെഡ്ഡിയും കൂടി അടിച്ചുകൂട്ടിയത് 88 റൺസിന്റെ പാർട്ണർഷിപ്പായിരുന്നു. അങ്ങനെ ഇന്ത്യയെ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിച്ചതിന് ശേഷം 53 റൺസ് എടുത്ത് നിതീഷ് റെഡ്ഡി മടങ്ങി. പിന്നീട് വന്ന ജഡേജയ്ക്കാവട്ടെ 12 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചിരുന്നത്. എന്നാൽ 8-ാമനായി ഇറങ്ങിയ ഹർഷിത് റാന വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത്. 43 പന്തിൽ 4 സിക്സും 4 ഫോറും ഉൾപ്പെടെ 52 റൺസാണ് ഹർഷിത് റാന അടിച്ചത്. വിരാട് കോഹ്ലിയുമായി ചേർന്ന് 99 റൺസിന്റെ പാർട്ണർഷിപ്പ് കൂടിയാണ് ഹർഷിത് റാന നേടിയത്. എന്നാൽ റാനയുടെ വിക്കറ്റ് കൂടി നഷ്ടമായപ്പോൾ ഇന്ത്യ തോൽവിയുടെ വക്കിലെത്തിയിരുന്നു. അവസാനം വരെ നിന്ന് പൊരുതിയ വിരാട് കോഹ്ലി 108 പന്തിൽ 10 ഫോറും 3 സിക്സും ഉൾപ്പെടെ 124 റൺസ് നേടി മടങ്ങി. അതോടുകൂടി ഇന്ത്യ 41 റൺസിന്റെ തോൽവി വഴങ്ങുകകൂടി ചെയ്തു. പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും നേടിയ ഡാരിൽ മിച്ചലാണ് ഏറ്റവും കൂടുതൽ റൺസ് ഈ പരമ്പരയിൽ അടിച്ചുകൂട്ടിയത്. എന്തായാലും ന്യൂസിലൻഡിനെതിരായിട്ടുള്ള ഈ ഒരു ഏകദിന പരമ്പര ഇന്ത്യക്ക് വൻ നിരാശയാണ് നൽകിയത്.